ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്ന് നമ്മുടെ മുംബൈയിലത്തെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടാ. കഴിഞ്ഞു ഡൽഹി ട്രിപ്പ് ഞങ്ങളുടെ പോവാണ് കേട്ടാ. ജാനുവിനും പനി പിടിച്ചു. നംശുവിന്റെ പനി ഏകദേശം കുറഞ്ഞു. ജാനു നല്ല ഛർദിച്ചു. ഇനി ഞങ്ങള് പോവാണ്. ഭക്ഷണം ഒരു ഇതല്ല, നമ്മുടെ സാധാ ഭക്ഷണം. ഇനിയിപ്പോ ഞങ്ങള് പോവാണ്. ഞങ്ങൾ ബാക്ക് ടു കേരള. ജാനു വി ആർ ബാക്ക് ടു കേരള. സാധനങ്ങൾ എടുത്ത് ഞങ്ങള് ശശാങ്കിന്റെ ഫ്ലാറ്റിലേക്ക് പോന്നു. ഇനി ഞങ്ങള് ഇന്ന് രാത്രിയാണ് ഫ്ലൈറ്റ്. ഇന്ന് രാവിലെ കുറച്ച് ചെറിയൊരു പർച്ചേസും കൂടി ഉണ്ട്. അത് പിള്ളേരെയൊന്നും കൊണ്ടുപോകാണ്ട് പർച്ചേസൊക്കെ ചെയ്തിട്ട് പോവാണ്. ഇനി ഒരു ചെറിയൊരു അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ ഞാനും പ്രിയും സൃഷ്ടിയും കൂടി പോവും. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പോവാണ്. ശ്രീലക്ഷ്മി നംശീവിനും ജാനുവിനും 2 സ്ഥലത്തായിട്ട് ഉറക്കണുണ്ട്. ഇവരോട് എഴുന്നേറ്റ് പുറത്തേക്ക് വരണ്ടെന്ന് പറയണം. റൂമിന്റെ ഉള്ളിൽ കിടന്നാ മതി, കളിക്കാൻ നിൽക്കണ്ട. ഗുളിക കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇരിക്കണ്ട കിടക്കണം. ഗുളിക കഴിച്ചാൽ കിടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. ബർത്ത്ഡേ ബോയ് ആണ് എൻ്റെ ബർത്ത്ഡേ ബോയ്. വർക്ക് ഏരിയയുടെ ഡ്രസ്സ് മാത്രം, ഓപ്പൺ ടെറസിന്റെ ഡ്രസ്സ്, ഏറ്റവും മുകളിലത്തെ ഡ്രസ്സ്. ഏറ്റവും മുകളിൽ വേണോ? ശരി ശരി, ഞാൻ ഇപ്പോൾ വിടാട്ടോ. ഞാൻ വിളിച്ചിട്ട് സാറിന്റെ നമ്പർ കൊടുക്കാട്ടോ, അവര് വിളിക്കും. എൻ്റെ ചേട്ടൻ്റെ പിറന്നാളാണെന്ന്. ഞങ്ങൾ ഇൻഫിനിറ്റി മാളി വന്നേക്കാണ്. സൃഷ്ടിയുടെ ഒക്കെ വക ഒരു ഷർട്ട് എടുത്ത് കൊടുക്കണ്ടെന്നാണ് പറഞ്ഞത്. കേക്കൊക്കെ വാങ്ങണം ഞങ്ങൾക്ക്. വെല്ലിച്ചനെ വീഴ്ത്താണ്ട് കൊണ്ടുപോട്ടെ പാറു. വെല്ലിച്ചനെ പിടിക്കും. വെല്ലിച്ചനെ അറിയില്ല പാറു. രക്ഷപ്പെട്ടു. കാറുള്ളോണ്ട് രക്ഷപ്പെട്ടു. ഇവിടെ ഞങ്ങളൊന്നില്ലേ. നിങ്ങളെങ്ങനെ കയറണ്ട? നമുക്ക് എവിടെയും കയറണ്ട. എവിടെയാണ് ഇപ്പൊ ഒരു കുഞ്ഞാഘോഷം? എന്റെ പ്രശാന്തേട്ടന്റെ ബർത്ത്ഡേ. അതും കൂടി 22,000 രൂപയുടെ വാച്ച്, 8,000 രൂപയുടെ ഷൂ, പിന്നെ ഐഫോൺ 17 Pro Max കൊടുക്കും. എനിക്ക് വിഷയല്ലാന്നോ? 17 ഇന്ന് വാക്കുകൊണ്ട് സന്തോഷിപ്പിക്കുക. പ്രേരണ ചേച്ചി എല്ലാവർക്കും നന്ദി. ഇല്ല എന്താ നമ്മളൊന്നും മൈൻഡില്ല. ആദ്യം ചേച്ചിക്ക് കൊടുക്കും. ചേച്ചി ചേട്ടനും ചേച്ചിക്ക് കൊടുക്കും. സ്പെഷ്യൽ ആൾക്കാരാണ്. നമ്മള് വെയിറ്റ് ചെയ്യാ തരാൻ വേണ്ടിട്ട്. മറക്കാൻ പാടില്ലായിരുന്നു. നന്ദി 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 നന്ദി.
നന്ദി പറഞ്ഞ് ബിന്ദു ചേച്ചി, സതീഷ് ചേട്ടൻ, സുന്ദേച്ചി, പ്രിയ പരമേശ്വരേട്ടൻ, രാജേഷേട്ടൻ. അയ്യോ അമ്മയ്ക്കും കൊടുത്തല്ലേ. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവണേ? പിള്ളേർക്ക് കൊടുത്താ ഞാൻ ഫസ്റ്റ് എല്ലാം വരലും ക്ലീൻ ആയി. അപ്പൊ സൃഷ്ടി നന്ദി പോയാ. അപ്പൊ സുനിതേച്ചി, പരമേശ്വരേട്ടൻ, ശൈലജമ്മായി, രാജേഷേട്ടൻ, ശ്രീലക്ഷ്മി ഒക്കെ പോവാണ്. സാരില്ല മഴ, സാരില്ല ഇടയ്ക്കിടയ്ക്ക് വന്നോളൂ, എപ്പോഴെങ്കിലൊക്കെ ഇടയ്ക്ക് വന്നോളൂ അമ്മായി. അല്ല ഞങ്ങളുടെ വേഗം ഉണ്ടോ? വേഗം മതി, മറ്റേതുകൊണ്ടോ. അച്ഛനോട് പറഞ്ഞില്ലേ? ഞങ്ങള് വരുന്നുണ്ട്, റിക്ഷയില് പോകാൻ നമുക്ക്. അതെന്നുള്ളതാ. സാരില്ല സുന്ദരി, എല്ലാരും കൂടി അടിച്ചു പൊളി. വെളയും കൊണ്ടുവരും. പ്രേരണേനെ കൊണ്ടുവരും. അല്ല, ബാഗുകൾ ഇറക്കി വെക്കണ്ട. ആ ചേട്ടന്മാര് ബാഗ് കൊണ്ടോട്ടെ, ഇവര് പതുക്കെ ഇറങ്ങിയാൽ മതി. ചേട്ടനും സൃഷ്ടിയും വരുന്നുണ്ട് സ്റ്റേഷനിലേക്ക്. അടക്കല്ലേ? പോലെ പോട്ടെ വീണമർത്ത്. ഈ തുറന്നു കാല് വെക്കിട്ടാ, കാല് വെക്കി. ഈ ബാഗ് അങ്ങനെ വെച്ചാൽ മതി, എന്നിട്ട് ബാക്കി സാധനങ്ങൾ കേട്ട്. ഒരു ബാഗ് വെക്കി അവിടെ. അത് ഇവര് നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴും ഉണ്ട് സുന്ദരിക്ക് കരച്ചില്. അപ്പൊ എല്ലാരും ട്രെയിനിൽ പോണ്ട ആൾക്കാര് പ്രേരണ പോവാണോ? പ്രേരണയും പോവാന്ന്. സുന്ദരിച്ചി കരയണ്ട, പ്രേരണയുണ്ട്. അവനോട് നോക്കിക്കൊണ്ടിരാം. ഇത്രയല്ലേ ഉള്ളൂ, ഇനിയുണ്ടാ നിന്റെ സാധനം? ട്രെയിനിൽ പോവാനുള്ള സാധനം ഉണ്ടോ ഇനി? ആ ബാഗില്ലേ? ആ ബാഗ് ഇരിക്കണ ബാഗുകളില്ലേ? ആ ബാഗുകളില്ലേ? അടുത്ത ട്രിപ്പിൽ ജാൻവിക്കുട്ടിയും പോവാണ്. ട്രെയിനിൽ പോണ്ടവര് പോവാണ്. ഞങ്ങൾ ഇത്തിരി കഴിഞ്ഞിട്ട് ഇറങ്ങും. പ്രേരണ പറയണു പ്രേരണയും പോവാണെന്ന്. ഞാനും പോവാ ചേച്ചി, ടാറ്റാന്ന് മലയാളത്തില് പറഞ്ഞേ. പ്രേരണ പോവാണോന്ന് ചോദിച്ചു ഞാൻ. ഞാനും പോവാ ചേച്ചി, ടാറ്റ. അതൊരാൾ കരയണോ നമുക്ക് കരച്ചിൽ വരും. നമ്മൾ പിന്നെ അങ്ങോട്ട് തന്നെയാണല്ലോ പോണേ. നിന്റെ അമ്മ ഓപ്പയ്ക്ക് കൊടുത്തു, എനിക്കില്ലേ തന്നൂലോ? ഗുരുവായൂർ ഇപ്പൊ പെട്ടികളെല്ലാം റെഡി. പോവാണ് കേട്ടാ. സുനിതേച്ചൊക്കെ പോവാണ്. കരഞ്ഞ് വിഷമിച്ച് പോവാണ് സുനിതേച്ചി ഓപ്പേനെ വിട്ട്. സുനിതേച്ചി ഞങ്ങള് ഫ്ലൈറ്റിലെത്താം, കരയണ്ട കേട്ടാ. ഇത്ര അധികം ലഗേജ് ഉണ്ട് ഇവർക്ക് ട്രെയിനിൽ കൊണ്ടുപോകാൻ. 2 ബാഗ് ഞങ്ങളുടെ ഉണ്ട് കേട്ടോ. അതാ സിൽവർ ബാഗ്, നമ്മളെ അതീ ചോപ്പ ബാഗ് ഞങ്ങളുടെ.
അതെ, അത് മറക്കണ്ട. ദിവസം പോയിട്ട് വേഗം ഉണ്ടാവില്ല. നീ എന്തിനാ പോന്ന താഴത്തോട്ട്? ചുണ്ടമ്മായിക്ക് ടാറ്റ പറയാനാ? ചുണ്ടമ്മായി ഇവിടെ കരഞ്ഞ് നിക്കണു, സാരില്ലാന്ന് പറ. സ്റ്റെപ്പുമ്മ കയറാൻ പറ്റില്ല, ഇറങ്ങിയത് സ്റ്റെപ്പിലാണ്. ഇനി ലിഫ്റ്റിൽ പോണം. പാറു കരയണ്ട പാറു. നംശി അവിടെ ആ പാറു ട്രെയിനിലാ. പാറുവിന് പ്ലെയിനിലാണോ? ട്രെയിനിലല്ലേ പ്രിയ? ട്രെയിനിലല്ലേടി? ഓക്കെ, അതെ, അവളുടെ സീറ്റിൽ കിടക്കാം. ഒക്കെ കൈ പിടിക്കാനവൻ. ശരി പരമേശ്വരേട്ടൻ, ശരി. എന്റെ പൊന്നെ, രണ്ടുകൊല്ലം കേട്ടു ആയോട്ടാന്ന്. രണ്ടുകൊല്ലം വരും എന്നാണോ? ചെല്ലാനല്ലേ? എന്തിനാ വരണേ? 4-5 വർഷം കഴിയട്ടല്ലേ ഇവളുടെ ഇതിന് വരാന്ന്. അത് ഇപ്പൊ എന്തൊരു പണിയുള്ളത്? പരമേശ്വരായിട്ട് ഇങ്ങോട്ട് വരുന്നത് 2 വർഷം കഴിഞ്ഞിട്ട് ഇവളുടെ പരിപാടിക്ക്. നമ്മള് പോകുമ്പോക്ക് എത്തില്ല ഇവര് തിരിച്ച്. പ്രിയ, നമ്മള് പോകുമ്പോക്ക് എത്തില്ല തിരിച്ച്. ഇവര് റിക്ഷയിൽ ഇപ്പൊ പോകും കൂടെ. ശരി രാജേട്ടാ, അപ്പൊ വരുമല്ലോ. ശരി, അപ്പൊ പ്രിയ, ഞങ്ങളൊരു ദിവസം ലേറ്റ് ആവുന്നു. അവരെത്തണേനും മുമ്പ് നമ്മള് നാട്ടിലെത്തും പ്രിയ. എന്നിട്ട് അപ്പൊ ഞങ്ങള് പോവാണ്. കേറില്ലേ പെരുമേശ്വരേട്ടൻ? ആയി സ്ഥലമില്ല അല്ലെ? കരയണ്ട ബിന്ദച്ച്, കരയണ്ട. ഓട്ടോ വരട്ടെ, ഓട്ടോ വരട്ടെ, വെയിറ്റ് ചെയ്യ്. ആ, ഓട്ടോ വന്നിട്ട് പോയാ മതി. അമ്മ ശരി.
അയ്യോ സൃഷ്ടി ഇത് പിടിച്ചിനെ കാണില്ല. ബൈ ബൈ ബൈ. നമ്മള് പോകുമ്പോഴേക്ക് എത്തില്ല, അവര് കൊണ്ടാക്കി വരില്ല, എത്തില്ല. ആ ഓക്കെ ഓക്കെ ടാറ്റ ബൈ ബൈ. അതിനെ നോക്കി കൊണ്ടോ സൃഷ്ടി, കൈമ പിടിച്ച് കൊണ്ടുപോ. തെറ്റിയതാണ്. അങ്ങനെ പ്രിയ പോവാണ്. പ്രിയയുടെ ഫ്ലൈറ്റ് എത്ര മണിക്ക്? 6 മണിക്ക് അല്ലേ? 6:30. ഞങ്ങളുടെ 8:30ക്കാണ്. അപ്പൊ പ്രിയനെ കൊണ്ടാക്കാൻ പോവാണ് ശശാങ്കും പ്രേരണയും കൂടിയിട്ട്. പ്രിയ ഇപ്പൊ എത്ര മണിയാ? 4 മണിയാ? അതെ 4 മണി. 6:30 എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ പാറുക്കുട്ടി യാത്ര പോവുകയാണ് ഗൈസ്. ഹലോ ഗൈസ്. പാറുക്കുട്ടി ഹലോ ഗൈസ് പറ, ടാറ്റ പറ. ഞങ്ങളങ്ങനെയൊക്കെ തന്നെ കാണുള്ളൂ. കറിയല്ലേറ്റാ. ഇവരെത്തില്ല അല്ലേ? ഞങ്ങള് പോകുമ്പോഴേക്കും ഇവരെത്തില്ലല്ലോ. ശശാങ്ക അപ്പൊ ശരി എത്തുവോ? ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. നീ കേറുമ്പോ വിളിക്കട്ടെ പ്രിയ, മെസ്സേജ് ഇട്ടാലും മതി. ഞങ്ങൾക്ക് 5:30. അപ്പൊ നമ്മളും പോവാണ് കേട്ടോ. കഴിഞ്ഞു കല്യാണ പരിപാടികളെല്ലാം തീർന്നു. ഞങ്ങളും പോവാണ്. എല്ലാവരും പോവാണ്. ചേച്ചി അവര് ഫസ്റ്റ് പോയി, പ്രിയ പിന്നെ പോയി, ഇപ്പൊ ഞങ്ങള് പോയി. കഴിഞ്ഞു. ഇതോടുകൂടി കല്യാണ പരിപാടികളെല്ലാം ഖത്തം. കഴിഞ്ഞു. ടാറ്റ. പോട്ടെ, കാണാട്ടാ. ശരി അപ്പൊ ശരി ട്ടാ. പേരണ ചേട്ടാ പിടിച്ചേ, ഞാൻ യാത്ര പറയട്ടെ. വളരെ സന്തോഷം. पांचवे नाम माले पे रहते हैं सब। अच्छा अच्छा केरला में ബൈ. ആ വിളിക്കാം. ടാറ്റ പറഞ്ഞു ജാനു. വിളിക്കാം. ശശാങ്ക് ഉണ്ടാവും അവിടെ. ചേട്ടാ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടാ. വീട്ടിൽ നിന്ന് ഇറങ്ങി. എയർപോർട്ടിലേക്ക് ഇല്ല ഇറങ്ങി. ഇവിടെ ഉണ്ടോ? തിരിച്ചു വരണോ? കൊച്ചി എയർപോർട്ടിലേക്കല്ലേ നമ്മള് പോണേ. കോട്ടയ്ക്ക് പോണ്ടേ?
അവിടെ നിന്ന് പോട്ടേക്കല്ല എയർപോർട്ടിന് പോട്ടേക്ക് എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ പോട്ടേക്ക് പോകാൻ രാത്രി 12 മണിക്കാണ് അപ്പൊ അവര് ഉറങ്ങി പട്ടരക്കല്ലേ അവിടെ ചോദിച്ചാ അല്ല എത്തില്ല 10:30 അവിടെ എത്തിയാലും അവിടെ നിന്ന് ട്രാഫിക് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോ 12 മണി കഴിയും 12:30 ആവും. അപ്പൊ പിന്നെ ക്ലാസ് ശരിയപ്പോ ശരി ടാറ്റ പറ ജാനു. അങ്ങോട്ട് വരുമ്പോ കൊണ്ടുവരിക പറഞ്ഞ പോലെ അവർക്ക് വൈകിയില്ലല്ലോ. ആയിക്കോട്ടെ ശരിട്ടാ. ഇപ്പൊ ബൈ. കുഴപ്പമില്ല പക്ഷെ ഇത് കുറെ കട്ടുകട്ട ഗേറ്റ് അടക്കുക ആ സമയമാകുമ്പോഴേ 2 മണിക്കൂർ 10 മിനിറ്റ് ടൈം പറയണം അങ്ങനെ എത്താൻ. 2 മണിക്കൂർ മതി. അതിനവരെ ആ ടൈം അവരിട്ട് കറക്കും അവർ റൺവേയിലേക്ക് വരാനൊക്കെ ഒരു 5 മിനിറ്റ് മുകളിൽ 10 മിനിറ്റ് മുകളിൽ അവിടെ ആയിട്ട് ആക്ച്വലി 1 മണിക്കൂറും 40-45 മിനിറ്റ് മതി റണ്ണിങ്ങിന് അല്ലേ. എനിക്ക് 1/2 മണിക്കൂർ മുമ്പ് എത്തുക. ഈ പരിപാടി നീക്കാനും പറ്റില്ല. കഴിഞ്ഞ ഭയങ്കര തണുപ്പായിരുന്നു ഇന്നലെയാ. നിങ്ങക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല അല്ല അത്രയും. നിങ്ങക്ക് ആ ലൈറ്റ് ഒക്കെ നിങ്ങളുടെ അടുത്തേക്കല്ലേ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോട്ട് കോട്ടൊക്കെ പിന്നെ ആ ലൈറ്റിന് ഭയങ്കര ചൂടാണ്. നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ അടിച്ചു വെച്ചൊക്കെ ഫോട്ടോസ്. നമ്മൾ എത്തിയിട്ടുണ്ട്. ബിൽഡിങ്ങിന്റെ എയർപോർട്ട് വഴി മാത്രം. ഇത് എയർപോർട്ടാണ് എയർപോർട്ടാണ് മാത്രമേ ഉള്ളൂ അല്ലേ. ഫുൾ എയർപോർട്ടിലേക്ക് പോണെങ്കിൽ മാത്രം. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ക്രിസ്മസിന് ന്യൂ ഇയറൊക്കെ അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. ഇനി നമ്മൾ പോരാണ് മക്കളെ കേരളത്തിലേക്ക്. അങ്ങനെ 5-6 ദിവസത്തെ പരിപാടി കഴിഞ്ഞു. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. വന്നപ്പോൾ കുറേ ദിവസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാ. ഇപ്പം എല്ലാം പെട്ടെന്നായി, വേഗം കഴിഞ്ഞതുപോലെ. അത് ഒരെണ്ണം പിടിക്കാം. ഒരു ട്രോളി മതി. അമ്മ ആ ബാഗ് വെക്കണേ തുമ്മേ. ഇത് തള്ളിക്കൊണ്ട് പോവാ. അത് വെക്കി. ഗേറ്റ് നമ്പർ പറയും. ആ അപ്പൊ പറയും. ബോർഡിംഗ് പാസ് വരുമ്പോ അതിൽ ഗേറ്റ് നമ്പർ ഉണ്ടാവല്ലോ. നമ്മൾ പോവാണ് കേട്ടോ. ടെർമിനൽ 2 വഴി ഉള്ളിലേക്ക് പോവാണ്. ബോർഡിംഗ് പാസ് എടുത്തിട്ടില്ല, എടുക്കണം. ലഗേജ് ചെക്കിൻ ചെയ്ത് വിടാൻ പോവാണ് കേട്ടോ. We are going back to ഞാൻ പിടിക്കണ ജാനു.
എയർ ഇന്ത്യയിൽ പോരെ മാറ്റണോ? എയർ എയർ ഇന്ത്യ. എയർ ഇന്ത്യ. ജാനകി ഇവിടെ മാറിക്കത് അങ്ങോട്ട് എടുക്കട്ടെ. കൂടുതലാണെങ്കിലും മൊത്തത്തിലായാൽ മതിയല്ലോ. നമ്മുടെ ഫാമിലി മൊത്തത്തിലായാൽ മതിയല്ലോ. 5 രൂപയ്ക്കല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് കയ്യിലെടുക്കാം. വെയിറ്റ് അതിനില്ല അമ്മ. ഒരു ബാഗ് നമ്മള് സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. അയ്യോ 8:30ക്കാണ് ഫ്ലൈറ്റ്. പ്രിയ പോയിട്ടുണ്ടായില്ല. 6:30ക്കാണ് പ്രിയയുടെ വണ്ടി. ചിലപ്പോൾ പ്രിയനെ കാണാൻ പറ്റും, നോക്കാം. വെയിറ്റിംഗ് ലോഞ്ചിൽ ചിലപ്പോൾ ഉണ്ടാവും പ്രിയ. അപ്പം ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി വെയിറ്റിംഗ് ആണ്. 8:10 വരെ പോസ്റ്റാണ്. ഇനി അവർ വിളിക്കുമ്പോൾ കയറുക, പോവുക, അത്രേ ഉള്ളൂ. എയർ ഇന്ത്യ ആയതുകൊണ്ട് ഫുഡൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇൻഡിഗോ മഹാപൊട്ടയായിരുന്നു തിരിച്ച് ഇങ്ങോട്ട് വരാൻ നേരത്തുള്ളത്. അപ്പോൾ ഈ ഫ്ലൈറ്റ് നല്ലതായിരിക്കും എന്ന് വിചാരിക്കണം. ഇതിനുള്ളിലൊരു പ്രാവുണ്ട്. ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? ജാനും നമിഷുവാണ് കണ്ടുപിടിച്ചത് അല്ലേ? നമിഷുവാണോ കണ്ടുപിടിച്ചത്? ഇതായിരിക്കണോ ലൈറ്റിൻ്റെ മുകളിൽ. ഇവളുടെ ചെക്കിങ്ങൊക്കെ ആര് ചെയ്തു? ഇവളെ ആരും അങ്ങോട്ട് കടത്തി വിട്ടത്? ആകെ പെട്ടിരിക്കുക, പുറത്തേക്ക് പോകാൻ പറ്റാണ്ടെന്നുണ്ടല്ലേ? നീ ഇങ്ങോട്ട് പോരെ, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ടിക്കറ്റ് കാണിച്ച് പുറത്തേക്ക് വിടാം. അല്ലെ കേരളത്തിൽ കൊണ്ടുപോയി വിടാം അല്ലേ? ഇവിടത്തേക്ക് അടിപൊളിയാട്ടോ കേരളത്തിൽ പോരുവാണെങ്കിൽ. അവര് പോയിട്ടുണ്ടാവും. അല്ല അവര് പോയിട്ടുണ്ടാവില്ല. അല്ല അവർക്ക് പോയിണ്ടാവൂടി. പ്രിയ പോയിണ്ടാവും. നമുക്ക് പ്രിയനെ കാണാൻ പറ്റിയില്ല കേട്ടാ. പ്രിയ ഫ്ലൈറ്റിൽ കയറി കറക്റ്റ് ഞങ്ങളിവിടെ എത്തിയതും അവരെ വിളിച്ച് കയറി പോയി. അവര് കാണാൻ പറ്റിയില്ല പ്രിയനെ. പ്രിയ കുറച്ചു നേരം ഇങ്ങനെ പതുക്കെ കയറിയുള്ളൂ. ഞങ്ങൾ വരുമ്പോൾ കാണാന്ന് വെച്ചിട്ട്. പക്ഷെ പോയി അവര് കാണാൻ പറ്റിയില്ല. ഇൻഡിഗോ ആണ് കിടക്കണത്. നമ്മുടെ എയർ ഇന്ത്യ ഇവിടെ കാണാനില്ല. എയർ ഇന്ത്യ ഇതേ അറ്റത്തുണ്ട്. ഇതേ അറ്റത്ത് റെഡ് വാല് കാണണ്ട. അറ്റത്ത് കാണില്ലേ? ഇതില് കാണാൻ പറ്റുണ്ടോ? അതേനാ അത് എയർ ഇന്ത്യ ആണോ? അല്ല അതല്ല എയർ ഇന്ത്യ അല്ല. ഈ ഫോണില് സൂം ചെയ്യാൻ പറ്റും. നമുക്ക് കണ്ണത്ര കാണില്ലല്ലോ. സൂം. ജാനകി ഞങ്ങളിവിടെ പോസ്റ്റായി. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ ഫ്ലൈറ്റ് ശരിക്കും 8:10 ഇപ്പൊ 8:45. എത്ര മണിക്ക് വരുന്ന? 9 മണിക്ക് എങ്ങാണ്ടാണ് ഇനി ഫ്ലൈറ്റ് പറയണേ. എനിക്കറിയില്ല. 2, 3, 4 and 5. മണ്ടിയെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ജാനുവിനെയാണ് പറഞ്ഞത്. വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ മുമ്പോട്ട് ഓടിയപ്പോൾ അവൾ എൻ്റെ കൂടെ ഓടിപ്പോന്നു. അതാ പറയണേട്ടാ.
11 മണിക്ക് എത്തോടെ ഇതാണ് നമ്മൾ കയറാൻ പോകുന്നത്. सीट की ऊपर बैठने वाली सीट के नीचे रखें। आपातकालीन निकास वाली रोज में बैठे यात्री ഞങ്ങള് പോവാണ് ऊपर पड़े सामान का छूट വീട്ടിലേക്ക്. कृपया ഞങ്ങള് അങ്ങോട്ടാ പോണേ. यात्री आगे बढ़ सके। सीट बेल्ट बांधने के लिए मेटल चिप को बगल में डालें और स्ट्रैप को खींचकर कस लें। सीट बेल्ट खोलने के लिए फ्लैप उठाएं और सिरों को अलग करें। कैबिन में हवा का दबाव कम होने पर ऊपर बने पैनल से ऑक्सीजन मास्क अपने आप नीचे आ जाएंगे। We are going to fly. നമ്മൾ പോവാണ് മുംബൈയോട് വിട. മുംബൈ ഓട് വിട. കേരളത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നേരെ പോവാണ്. നേരെ ഇരിക്കൂട്ടോ. എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ട്. നമുക്ക് തുറന്ന് നോക്കാം എന്തൊക്കെയാണ്. നമുക്ക് വെജാ കിട്ടിയേട്ടാ. ചിക്കൻ പറഞ്ഞു, പക്ഷെ അത് തീർന്നു. ടേസ്റ്റ് അവർ വരും അപ്പോൾ കൊടുക്കാം. ചിക്കൻ കേടായിരിക്കും. ടേസ്റ്റ് ചെയ്യാം. ചിക്കൻ കഴിച്ചോ? വെജ് കുറുമയും വെജ് റൈസാണ് കിട്ടിയേക്കണത്. ഒരു ബണ്ണുണ്ട്, അതിൽ തേക്കാനുള്ള ക്രീം ആൻഡ് ടേസ്റ്റി. എനിക്ക് തോന്നുന്നു ദഹി, അതായത് കേട്, പിന്നെ ഇത് സ്വീറ്റ്, പിന്നെ ഇത് ബട്ടർ. ഇതൊക്കെ വെന്നിൽ തേച്ച് കഴിക്കാം. പിന്നെ വെള്ളം. ഇത്രയാണുള്ളത് കേട്ടോ. ഇതാണ് അപ്പം നമുക്ക് ഫുഡായിട്ട് തന്നേക്കണേ എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ. കുഴപ്പമില്ലെന്ന് തോന്നുന്നു, പക്ഷെ നമുക്ക് നോൺ കിട്ടിയില്ല. നമ്മൾ കൊച്ചി എത്താറായെന്ന് വിളിച്ച് പറഞ്ഞു. ഇപ്പോൾ ലാൻഡ് ചെയ്യും, പക്ഷേ ഒന്നിനും കൊള്ളില്ലായിരുന്നു. ആരും കഴിച്ചില്ല. ഞാനും കഴിച്ചില്ല, ജാനും കഴിച്ചില്ല, ചേട്ടനും കഴിച്ചില്ല, അമ്മയും കഴിച്ചില്ല, ആരും കഴിച്ചില്ല. കൊള്ളില്ല.
secure cabin for landing. कृपया ध्यान दीजिए, अब हम लैंडिंग की तैयारी कर रहे हैं। कृपया अपनी सीट पर लौट जाएं और अपना सामान ऊपर बने सामान कक्ष में या सामने वाली सीट के नीचे रख दें। अपनी सीट सीधी रखें, सीट बेल्ट बांध लें, ट्रे टेबल बंद कर लें और विंडो शेड्स खुले रखें। धन्यवाद। May I have your attention, please? As we prepare for landing, please return to your seats and place your hand baggage in the overhead bins or under the seat in front of you. Please keep your tray table secured, seat back upright, seat belt fastened, and window shades open. Thank you. ദയവായി ശ്രദ്ധിക്കുക, നമ്മൾ ലാൻഡിങ്ങിന് തയ്യാറെടുക്കുമ്പോൾ ദയവായി നിങ്ങളുടെ സീറ്റുകളിലേക്ക് മടങ്ങുക. നിങ്ങളുടെ ഹാൻഡ് ബാഗേജ് മുകളിലെ അറകളിലോ തൊട്ടു മുന്നിലെ സീറ്റിലടിയിലോ വെക്കുക. ട്രേ ടേബിൾ മടക്കി വെക്കുക. സീറ്റിന്റെ ഇടതുവശം നേരെ വയ്ക്കുക. സീറ്റ് ബെൽറ്റ് ഉറപ്പിക്കുക. വിൻഡോ ഷേഡുകൾ തുറന്നിടുക. നന്ദി. We allow guests seated in front of you to deplane first. Guests with wheelchair bookings are requested to remain seated at the moment. Our team will assist you promptly after other guests have checked. You can earn manager points for this flight and redeem them for more flights and cabin upgrades. If you're not a Manager Club member yet, visit our website. ഞങ്ങള് തിരിച്ചെത്തി മക്കളെ, ഞങ്ങള് തിരിച്ചെത്തി. അങ്ങനെ നമ്മൾ തിരിച്ചു പോരാണ്. ഒരു സമാധാനമായിട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴുള്ള ഒരു സമാധാനം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടാ. അപ്പം അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ, സീ യു.